നമ്മൾ പോകുന്നത് ശബരിമല സന്നിധാനത്തേക്കാണ്. അവിടെ നമ്മുടെ AV ജയശങ്കർ ഉണ്ട്. ജയശങ്കറെ, ഗുഡ് മോർണിംഗ്. തിരുവോണാശംസകൾ. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായ ഒരു ഓണാഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്നു എന്നറിയുന്നു. വിവരങ്ങൾ പറയൂ, വിശേഷങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. എന്തായാലും രണ്ടുപേർക്കും ഓണാശംസകൾ. കഴിഞ്ഞ വിഷുവിനും ക്രിസ്റ്റീന ചേച്ചി തന്നെയായിരുന്നു തുടക്കം കുറിച്ചത്. എന്തായാലും ശബരിമലയിൽ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഭക്തിസാന്ദ്രമായൊരു സാഹചര്യമാണുള്ളത്. ഓണപ്പൂജകൾക്ക് വേണ്ടിയാണ് ശബരിമല നട നിലവിൽ തുറന്നിരിക്കുന്നത്. രാവിലെ തന്നെ വലിയ ഭക്തജന തിരക്ക് ശബരിമലയിലുണ്ട്. കൂടുതലും അന്യസംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തു നിന്നാണ് കൂടുതൽ ഭക്തരുള്ളത്. ഒപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ച് ഇന്ന് ഓണമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഒരു ശബരിമല ദർശനത്തിനുള്ള ഒരു സമയം നീക്കി വെച്ചിട്ടില്ല. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ പ്രാദേശികമായി കേരളത്തിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരും. എന്തായാലും രാവിലെ അത്യാവശ്യം തിരക്ക് ശബരിമലയിലുണ്ട്. പ്രത്യേക ഓണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ആഘോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ശബരിമലയിലില്ല. പക്ഷേ ഭക്തരെ സംബന്ധിച്ച് ചിങ്ങപ്പുലരിയിൽ വന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ തിരുവോണ ദിനത്തിലെ ഒരു ദർശനം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ദിവസം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നിരവധി അന്യസംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭക്തരെ സംബന്ധിച്ച് ഈ മാസപൂജ അല്ലാതെ ക്ഷേത്രം തുറക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ തിരക്ക് കുറഞ്ഞ രീതിയിൽ കുറച്ചധികം സമയം ദർശനത്തിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ തിരുവോണ ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഭക്തിസാന്ദ്രമായി ആ അന്തരീക്ഷത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ക്ഷേത്രത്തിലേക്ക് കുറച്ചധികം ഭക്തർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ക്യൂവിൽ കാണാം. വലിയ നീണ്ട ക്യൂ ആണ്. 3-4 നിലകളിലായി വലിയ നീണ്ട ക്യൂ ശബരിമല ക്ഷേത്രത്തിലുണ്ട്. കൂടുതലും അന്യസംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ്. മലയാളികൾ പൊതുവിൽ കുറവാണ്. തിരുവോണ ദിവസമാണ്, മലയാളികളെ സംബന്ധിച്ച് ആഘോഷമാണ്. പക്ഷേ വൈകിട്ടോടു കൂടിയൊക്കെ തന്നെ ഇനി അവധി ദിവസങ്ങൾ ഇനിയും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ പ്രാദേശികമായി കേരളത്തിലുള്ള ആളുകൾ ശബരിമലയിലേക്ക് എത്തും. 9-ാം തീയതി വരെ ഒക്കെ നട തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭക്തർ ഇങ്ങോട്ട് കേരളത്തിൽ നിന്നുള്ളവരെത്തും. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായി ശബരിമല ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. മലയാളിയെ സംബന്ധിച്ച് ഓണം അതിപ്രധാനമായ ഒരു ഉത്സവമാണ്. ശബരിമലയിൽ ഓണ ദിവസത്തിൽ പ്രത്യേക ദർശനം എന്നുള്ള തരത്തിലാണ് നിലവിൽ നട തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരെ സംബന്ധിച്ച് വലിയ തിരക്കില്ലാതെ സുഗമമായി തൊഴാനുള്ള ഒരു അവസരം നിലവിൽ എന്തായാലും ലഭിക്കുന്നുണ്ട്. ഈ അയ്യപ്പ സംഘമൊക്കെയായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നൊരു സമയം കൂടിയാണ്. ആ ഒരു ഘട്ടത്തിലും ശബരിമല ക്ഷേത്രത്തിൽ വലിയ തിരക്കുണ്ട്. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തിലും ശബരിമല ക്ഷേത്രത്തെയോ ഇവിടുത്തെ പരിപാടികളെയോ ഇവരുടെ ഭക്തജനങ്ങളുടെ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാര്യത്തെ ഒന്നും തന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും സ്മൂത്താണ്. വളരെ ശാന്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. പോലീസ് ഉൾപ്പെടെ സുരക്ഷയൊന്നും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാം കാര്യങ്ങളും കൃത്യമായി അതിൻ്റെ മുറപ്പോലെ തന്നെ നൽകുന്നു. എന്തായാലും ക്രിസ്റ്റീന, റീജിത്ത്, മല ഇറങ്ങിയിട്ട് വേണം നമുക്കും നമ്മുടെ ടീമിനും എന്തായാലും ഓണം ആഘോഷിക്കാൻ.